ഈ സോജ രാജകുമാരി, അതിശയരാഗം, എങ്ങനെ നാം മറക്കും തുടങ്ങി അനവധി പാട്ടുരചനകൾ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെങ്ങും ഈ സിനിമാ ഗാനങ്ങളെക്കുറിച്ചുള്ള ഇത്രയും വിപുലവും വൈവിധ്യവുമായ രചനകൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇതാ കാതോട് കാതോരം എന്ന ഈ പുസ്തകം മാതൃഭൂമി ബുക്സിൻ്റെ ടോപ്പ് 10 ലിസ്റ്റിൽ 3 ആഴ്ചയായി 4ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. കഥേതര വിഭാഗത്തിലാണെങ്കിലും ഇത് വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് നിർത്തി എന്ന് തന്നെ പറയാം ഈ പുസ്തകത്തെ. ഇങ്ങനെ വിചാരിച്ചിരുന്നോ? ഇത് പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നോ വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം മലയാളികളുടെ പൊതുവെയുള്ളൊരു വായനാ ശീലമെന്ന് പറയുന്നത് ഫിക്ഷനെ ചുറ്റിപ്പറ്റിയാണ്. നോവലുകൾ, അതുപോലെ ആത്മകഥാപരമായിട്ടുള്ള പുസ്തകങ്ങൾ, പിന്നെ ഹിസ്റ്ററി ഒരു പരിധി വരെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രബന്ധം, പ്രത്യേകിച്ച് സിനിമാ പാട്ടിനെ പറ്റിയുള്ള ഒരു പ്രബന്ധങ്ങളുടെ ഒരു സമാഹാരം ഇങ്ങനെ ടോപ്പ് 10 വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമാ പാട്ടുകളോടുള്ള സ്നേഹമായിരിക്കും ചിലപ്പോൾ ആളുകൾക്ക് ഈ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം. ഇതാദ്യം പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ച സമയത്ത് ഇത് ചിലവാകുമോ എന്നൊക്കെ പബ്ലിഷേഴ്സിന് ചിലവാവില്ല എന്നായിരുന്നവരുടെ വിശ്വാസം. പബ്ലിഷ് ചെയ്യാൻ മടിയായിരുന്നു പലർക്കും. പിന്നെ പബ്ലിഷ് ചെയ്ത് വന്ന സമയത്താണ് ഇങ്ങനെ കുറേ പേര് ഈ പാട്ട് തലക്കി പിടിച്ച് നടക്കുന്ന ആളുകളുണ്ട്, അവരെ കൊണ്ട് ഞാൻ ജീവിച്ചു പോവും എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. അങ്ങനെയാണ് 28ാമത്തെ പുസ്തകമാണ് കാതോരം എന്ന് പറയുന്ന പുസ്തകം. മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. കുറേ വായനക്കാർ അത് ഇഷ്ടപ്പെടുന്നു. രാത്രി പാതിരയ്ക്കൊക്കെ വിളിച്ചുണർത്തി, ബാറിൽ നിന്നൊക്കെ വിളിച്ചുണർത്തി ബെറ്റ് വെച്ചിട്ടൊക്കെ വിളിക്കുന്നു. ആ കോളുകളൊക്കെ എനിക്ക് വലിയ സന്തോഷമായിട്ടാണ് തോന്നുന്നത് ഒരു എഴുത്തുകാരെന്ന നിലയിൽ. കാരണം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ ആൾക്കാർ. വളരെ ഗഹനമായിട്ടുള്ള എഴുത്തൊന്നും അല്ല എൻ്റേതെന്ന് സ്വയം എനിക്കറിയാം. ഇതൊരു പ്രണയമാണ്, പാട്ടിനോടുള്ളൊരു പ്രണയം ഇങ്ങനെ എഴുത്തായിട്ട് വരുന്നു എന്നുള്ളൂ. പക്ഷെ അതേപോലെ ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ എനിക്ക് വായനക്കാരായി ഉള്ളത് കൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ കാതോരം അതിൻ്റെ പ്രത്യേകത കൂടി നമുക്ക് കേൾക്കാം. എന്താണ് കാതോരം? ഒരു കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസാണ്. ഇപ്പോൾ മലയാളം സിനിമാ സംഗീതത്തെക്കുറിച്ചിട്ടുള്ള ലേഖനങ്ങളാണ്. മുമ്പ് എഴുതിയിട്ടുള്ളതാണ്, പല ഘട്ടങ്ങളിലായിട്ട് എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നത് വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളും ഉണ്ട്, അതേസമയം അത്ര പ്രശസ്തരല്ലാത്ത ആളുകൾ. ഇപ്പോൾ നിലമ്പൂർ കാർത്തികേയൻ എന്ന് പറയുന്ന ഒരു ഗായകനുണ്ട്, വളരെ കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളൂ. അതുപോലെ സിനിമാ സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മിന്നിമറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സംഗീത സംവിധായകനെയും ഗാനരചയിതാവിനെയും പാട്ടുകാരെയും നമുക്ക് അറിയാം. പക്ഷേ ഈ പശ്ചാത്തലത്തിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ആളുകൾ, ഇപ്പോൾ സിത്താർ വായിക്കുന്ന പണ്ഡിറ്റ് ജനാർദ്ദൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട്, 10-70 വർഷമായിട്ട് സിനിമയുടെ പശ്ചാത്തലത്തിൽ ശകുന്തള മുതലിങ്ങോട്ട് AR റഹ്മാൻ്റെ പാട്ടുകളിൽ വരെ സിത്താർ വായിക്കുന്ന പണ്ഡിറ്റ് ജനാർദ്ദൻ. അതുപോലെ വീണ പാർത്ഥസാരഥി, എത്രയോ ക്ലാസിക് ആയിട്ടുള്ള പാട്ടുകളുടെ പിന്നണിയിൽ വീണ വായിച്ചിട്ടുള്ള. ഇപ്പോൾ ഗോപികയെ എന്ന് പറയുന്ന ആ പാട്ട് നമുക്ക് വീണയില്ലാതെ ഓർക്കാൻ പറ്റും. ആ വീണ പാർത്ഥസാരഥി, അവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് സിനിമയുമായിട്ടുള്ള അവരുടെ പ്രണയം, അവരുടെ സിനിമാ ജീവിതം, ഇതൊക്കെ അടയാളപ്പെടുത്തുന്ന ലേഖനങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ കൃഷ്ണേന്ദ്രനെ പറ്റിയിട്ടുള്ളൊരു ലേഖനമുണ്ട്. അങ്ങനെ കുറേ എഴുത്തുകാരെ പറ്റിയിട്ടുണ്ട്. മലയാള സിനിമാ സംഗീതം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചരിത്രം കൂടി പരാമർശിക്കുന്ന ലേഖനങ്ങളുടെ ഒരു സമാഹാരം. അപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം നന്നായി വിൽക്കപ്പെടുന്നവയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പല പുസ്തകങ്ങളും 5-6 എഡിഷനൊക്കെ ആയി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വായന കുറഞ്ഞു കണ്ടുവരുന്ന ഈ കാലത്ത് എങ്ങനെയാണ് താങ്കൾ വായനക്കാരെ നിലനിർത്തുന്നത്? അതാണ് ഒരു മാജിക് അതിൻ്റെ. പൊതുവേ ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും മറ്റ് മാധ്യമങ്ങളിലായാലും തിന്മയുടെ ഒരു വിളയാട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ ഇടയിൽ ഞാനധികം അങ്ങനെ ഇപ്പോൾ സിനിമാ പാട്ടുകളെ അല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രം എഴുതുന്ന സമയത്ത് അതിൻ്റെ നെഗറ്റീവ് എലിമെൻറ്റ്സ് കഴിയുന്നതും ഒഴിവാക്കാറാണ് പതിവ്. അത് ശരിയല്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞ് രക്ഷപ്പെടേണ്ട പതിവ്. അപ്പോൾ പൊതുവേ നന്മ മാത്രം കണ്ട്, അല്ലെങ്കിൽ സിനിമാ സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ വ്യക്തി ജീവിതത്തിലെ താളപ്പിഴകളിലേക്ക് അധികം കടന്നു പോകാതെ
അവർ നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ മാത്രം, അവരുടെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ മാത്രം, അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചറിഞ്ഞ് എഴുതുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇഷ്ട പുസ്തകങ്ങളായിട്ട് മാറുന്നത്. ഇപ്പോൾ അതിശയരാഗം എന്ന് പറഞ്ഞ ബുക്ക് 7 എഡിഷനുകളായി യേശുദാസിനെ പറ്റിയിട്ട് എഴുതിയത്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നു. അതായിരിക്കും ചിലപ്പോൾ നന്മയെക്കുറിച്ച് എഴുതിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എഴുത്തിൻ്റെ ഭാഷ വളരെ സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ അതങ്ങനെ തീരുമാനിച്ച് എഴുതുന്നതാണോ അതോ? ഞാൻ സത്യം പറഞ്ഞ ആദ്യകാലത്ത് ഇംഗ്ലീഷിൽ രാജു ഭരതൻ എന്ന് പറഞ്ഞ ഒരാൾ ഇലസ്ട്രേറ്റഡ് വീക്കിലിയിൽ സ്ഥിരമായിട്ട് എഴുതിയിരുന്നു ഹിന്ദി പാട്ടുകളെ പറ്റിയിട്ട്. അപ്പോൾ അതെനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. പുള്ളിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റും ഹിന്ദി പാട്ടുകളുമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഫുട്ബോളായിരുന്നു എൻ്റെ ഒരു പാഷൻ ഒരു കാലത്ത്. അപ്പോൾ ഈ കോമ്പിനേഷനാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഈ ലേഖനങ്ങൾ വായിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയും ഈ കഥകളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടല്ലോ. പക്ഷെ പുള്ളി കുറേയും കൂടി എനിക്ക് തോന്നുന്നു ക്രിട്ടിക്കലായിട്ടുള്ള എഴുത്തായിരുന്നു. അതായത് അതിൻ്റെ ഇടയിലുള്ള നെഗറ്റീവ് എലിമെൻറ്റ്സ് ധാരാളം പുറത്തു കൊണ്ടുവരും. പക്ഷെ ഞാൻ ഈ സമയത്ത് അത് കഴിയുന്നത് ഒഴിവാക്കിയിട്ട് ആ പാട്ടിൻ്റെ യഥാർത്ഥ അതിൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു കഥകൾ, അതിൻ്റെ പശ്ചാത്തല വിവരണങ്ങൾ അതൊക്കെ സ്വാംശീകരിച്ച് എഴുതാനാണ് ഞാൻ ശ്രദ്ധിക്കാറ്. പിന്നെ ലളിതമായിട്ട് എഴുതുക എന്നുള്ള എൻ്റെ കാരണം മറ്റുമാരി എഴുതാൻ അറിയാത്ത കൊണ്ട് കൂടിയാണ്. ഇപ്പോൾ ഗഹനമായിട്ട് നമ്മളിപ്പോൾ തിയററ്റിക്കലായിട്ട് എഴുതാൻ വേണമെങ്കിൽ ഇപ്പോൾ സിനിമാ സംഗീതത്തിൻ്റെ അതിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം അല്ലെങ്കിൽ വേറെ തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ അത് എഴുതാൻ എൻ്റെ പരിമിതി എന്നെ അനുവദിക്കുന്നു. അതുപോലെ തന്നെ ജേർണലിസ്റ്റ്, ഒരു പത്രപ്രവർത്തകനായിട്ടായിരുന്നല്ലോ കരിയർ തുടങ്ങിയത്. കളി എഴുത്ത്, സ്പോർട്സ് ജേർണലിസ്റ്റ്. അപ്പോൾ ഈ കളി എഴുത്തിൽ നിന്നും ഈ പാട്ടെഴുത്തിലേക്കുള്ള പരിണാമം എങ്ങനെയായിരുന്നു? ഞാൻ ഫുട്ബോൾ റിപ്പോർട്ടറായിരുന്നു. കേരള കൗമുദിയിലാണ് തുടങ്ങിയത് 1984. പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയും ഫുട്ബോൾ റിപ്പോർട്ടറായിരുന്നു. മിക്ക ടൂർണമെൻറ്റുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പാട്ടുകളെക്കുറിച്ചൊന്നും അധികം എഴുതിയിട്ടില്ല. പിന്നെ വളരെ ആകസ്മികമായിട്ടാണ് പാട്ടുകളെക്കുറിച്ച് എഴുതി തുടങ്ങിയത്. അത് എന്താ കഥ എന്ന് വെച്ചാൽ, ഒരിക്കലും എനിക്ക് പാട്ടുകാരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ടുകളിലായിരുന്നു ഒരു കാലത്ത് ജീവിതം. എൻ്റെ അമ്മയാണ് എന്നെ പാട്ടുകളിലൂടെ കൈപിടിച്ച് നടത്തിയത്. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പി ലീലയെ ഒന്ന് കാണണം. ലീല ചേച്ചി, കാരണം കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ട് വളരുന്നൊരു ശബ്ദമാണ്. വീട്ടിലായാലും ഗുരുവായൂർ പോയാലൊക്കെ. അപ്പോൾ ലീല ചേച്ചി പാട്ടുകളൊക്കെ അന്ന് ഇഷ്ടമാണ്. അപ്പോൾ ലീല ചേച്ചി ഒന്ന് കാണണം. ഞാൻ ജേർണലിസ്റ്റായി കേരള മതിലുള്ള സമയത്താണ്. അപ്പോൾ എൻ്റെ ഒരു അങ്കിൾ വിളിച്ച് പറഞ്ഞു. ഞാൻ പോയിട്ട് അളകാപുരിയിൽ പോയിട്ട് ലീല ചേച്ചിയെ പോയി കണ്ടു. ഏകദേശം എഴുതാൻ വേണ്ടിയൊന്നുമല്ല, കണ്ടു. ഒരു മണിക്കൂറോളം സംസാരിച്ചു കഴിഞ്ഞ് വളരെ വിശദമായിട്ട് തന്നെ അവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ സന്തോഷമായി. ഞാൻ തിരിച്ച് അവരോട് യാത്ര പറഞ്ഞ് വാതിലിൻ്റെ അവിടേക്ക് നടന്നു വരുമ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, രവി ഇതിപ്പോൾ എവിടെ അടിച്ചു വരിക ചോദിച്ചു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ എഴുതാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇത് അവരെ സംസാരിച്ചത്. പക്ഷേ അവരെ നിരാശപ്പെടുത്താനും പറ്റില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അതൊരു ലേഖനമായിട്ട് എഴുതി. അത് എനിക്കൊന്ന് 1990-ലോ 89-ലാണെന്ന് തോന്നുന്നത്. അത് പ്രസിദ്ധീകരിച്ച് വന്നു. അപ്പോൾ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് കുറേ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കൂടുതൽ എഴുതാനുള്ള സമ്മർദ്ദം ഉണ്ടായി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമാ പാട്ടുകളെ പറ്റി എഴുതി തുടങ്ങുന്നത്. ഇപ്പോൾ ആ സിനിമാ പാട്ടുകളെ പറ്റിയാണ് എഴുതുന്നതെങ്കിലും ഫുട്ബോളിനെ കുറിച്ചും വല്ലപ്പോഴൊക്കെ എഴുതാറുണ്ട്. നാളെ കേരള പോലീസിൻ്റെ 40ാം വാർഷികമാണ്. അപ്പോൾ അവിടെയും സംസാരിക്കണമെന്ന് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം കേരള പോലീസിൻ്റെയൊക്കെ ഫുട്ബോൾ ടീമുമായിട്ട് ഒരുമിച്ച് സമാന്തരമായി യാത്ര ചെയ്ത ഒരു കൗമാര യൗവനങ്ങളാണ് എൻ്റെ. അപ്പോൾ ഫുട്ബോൾ പൂർണ്ണമായിട്ട് വിട്ടില്ല, എന്നാലും പാട്ട് തന്നെയാണ് ഒരു പാഷൻ. വെറും പാട്ട് ചരിത്രം മാത്രമല്ല, മിക്ക ലേഖനങ്ങളിലും ജീവിതം കൂടി കാണാറുണ്ട്. അപ്പോൾ അതിനോട് വായനക്കാരുടെ സമീപനം എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? അത് എന്തെഴുതുമ്പോഴും ഒരു ലൈഫ് വേണമെന്ന് എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളിലും. ഇപ്പോൾ പാട്ടിൽ മാത്രമല്ല, എന്തിലെഴുതിയാലും നമ്മുടെ ഒരു ആത്മാംശം അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് ആയിരിക്കും കൂടുതൽ ആകർഷണീയം എന്നെനിക്ക് തോന്നുന്നു. ആളുകൾക്ക് ആകർഷണീയമായിട്ട് തോന്നുന്നതാണ്. അതുകൊണ്ടല്ല ഞാൻ എഴുതുമ്പോൾ എപ്പോഴും എൻ്റെ അനുഭവങ്ങൾ, ജീവിതം ഒക്കെ അതിൽ വരും. യാദൃശ്ചികമായിട്ട് ആണ് അത് സ്വാഭാവികമായിട്ട് കടന്നു വരും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ജീവിതം അതിൽ കടന്നു വരും. അപ്പോൾ ഈ മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ഈ അപൂർവമായ ലോകമറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന അതിൻ്റെ ഉറവിടം ചോദിക്കാൻ പാടില്ല, എന്നാലും എങ്ങനെയാണ് ഈ വിവരങ്ങളിലേക്കൊക്കെ എത്തുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ കഥകളൊന്നും തേടി പോകാറില്ല എന്നുള്ളതാണ് സത്യം. കഥകൾ ഇങ്ങോട്ട് യാദൃച്ഛികമായിട്ട് വരികയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഞാൻ തന്നെ പറയാം,
ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലം മുന്നേ യേശുദാസുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സംസാരത്തിൻ്റെ ഇടയിൽ ജസ്റ്റ് കാഷ്വലായിട്ട് ചോദിച്ച ഒരു കാര്യം, ഇപ്പോൾ എൻ്റെ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചു. ഇപ്പോൾ മതങ്ങൾ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള പാട്ടിൽ ഒരു വരിയുണ്ട്, ഇന്ത്യ ഭ്രാന്താലയമായി എന്നൊരു വരിയുണ്ട്. അപ്പോൾ അത് റെക്കോർഡിൽ ഇന്ത്യ ഭ്രാന്താലയമായി എന്നാണ് കേൾക്കുക, പക്ഷെ സിനിമയുടെ സൗണ്ട് ട്രാക്കിൽ ലോകം ഭ്രാന്താലയമായി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതൊരു കൗതുകം എനിക്ക്, എങ്ങനെ ഈ പാട്ട് 2 വെർഷൻ ഉണ്ടായത് ജയരാമാഷ്ക്ക് ഓർമ്മയില്ല, പിന്നെ സംവിധാനം ചെയ്ത സേതു സാറിന് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ദാസേട്ടനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ഇത് സെൻസറിങ്ങിന് പോയ സമയത്ത് ഇന്ത്യ ഭ്രാന്താലയമായി എന്ന് കേട്ടപ്പോൾ സെൻസർ ബോർഡ് ശക്തിയുക്തമായിട്ട് അതിനെ എതിർത്തു. ഇന്ത്യ ഭ്രാന്താലയമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസർ അനുമതി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നൊരു രാത്രി യേശുദാസിനെ വിളിച്ച് ദാസേട്ടൻ തന്നെ പറഞ്ഞു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയി അത് ലോകം ഭ്രാന്താലയമായി എന്നുള്ള ആ പോർഷൻ മാത്രം എടുത്ത് സൗണ്ട് ട്രാക്കിൽ അത് ഏച്ചു കൂട്ടിയതാണ്. ഇപ്പോഴും ആ കേൾക്കുമ്പോൾ നമുക്ക് അത് വ്യത്യാസം അറിയാതെ. അപ്പം അങ്ങനെയുള്ള ചില യാദൃശ്ചികമായിട്ട് കിട്ടുന്ന ചില വിവരങ്ങളാണ്. അങ്ങനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അത് കിട്ടണമെന്നില്ല. അപ്പം ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്ന അത് പിന്നീട് എപ്പോഴെങ്കിലും എഴുതേണ്ടി വരുന്ന സമയത്ത് അത് യൂസ് ചെയ്യുന്നു എന്നുള്ളൂ. പിന്നെ മാതൃഭൂമിയിൽ ഈ ഇതുപോലൊരു കോളം തുടങ്ങുമെന്ന് അന്നത്തെ എഡിറ്റർ കമൽറാം സജീവ് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സംശയമായിരുന്നു. കാരണം വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെ കാണുന്ന, വളരെ ഗഹനമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉള്ള സംഭവങ്ങൾ, വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു മാസികയിൽ ഒരു വാരികയിൽ സിനിമാ പാട്ടിനെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആളുകൾ എത്രത്തോളം അത് സ്വീകരിക്കുന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ കമൽറാം സജീവിന് ധൈര്യമായിരുന്നു, കുഴപ്പമില്ലെന്നു. അവൻ തന്നെയാണ് പാട്ടെഴുത്ത് എന്ന് പേരിട്ട്. അത് ഞാൻ ചോദിച്ചു, പാട്ടെഴുത്ത് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മോശമല്ലേ, പാട്ടെഴുത്ത് വേറെയല്ലേ? ഇല്ല, കുഴപ്പമില്ല, ഇത് അങ്ങനെ ആയിക്കോളുന്നു. അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ അത് തുടങ്ങുമ്പോൾ 1 വർഷത്തേക്കാണ് തുടങ്ങിയത്. പക്ഷെ അതിന് ശേഷം പിന്നീട് വർഷങ്ങളോളം, ഒരു 15 വർഷത്തോളം അത് നീണ്ടു നിന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നു ഇപ്പോഴും. പക്ഷെ അതൊരു അനുഗ്രഹമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ദിവസം ഒരു 3 ആളുകളെങ്കിലും വിളിക്കും, എവിടുന്നെങ്കിലും വിളിക്കും, ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വിളിക്കും. അപ്പോൾ അവരുടെയൊക്കെ ജീവിതം, അവരെങ്ങനെ ഒരു പാട്ടുമായിട്ട് അവർ സ്വന്തം ജീവിതം കണക്ട് ചെയ്യുന്നു, പാട്ട് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, അങ്ങനെ സംസാരിച്ച് അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എല്ലാ എഴുത്തുകാർക്കും ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ, പക്ഷെ എനിക്കതുണ്ട്. സിനിമാ പാട്ടുകൾ വിലയിരുത്തുമ്പോൾ നമ്മൾ പ്രധാനമായും രചന, സംഗീതം, ആലാപനം എന്നിവയായിരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നാം കണ്ടുവരുന്നത് ഒരു തട്ടുപൊളിപ്പൻ പാട്ടുകളിലൂടെ ആ പഴയ ശബ്ദത്തിൻ്റെ ആ മധുരമയൊന്നും നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ പുതിയ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും പുതുതലമുറയിലെ പാട്ടുകൾ ഇങ്ങനെയാണ്, ഇതാണ് ന്യൂജൻ എന്നവർ പറയും. എന്താണ് പുതിയ പാട്ടുകളോടുള്ള ഒരു സമീപനം? അന്ന് എഴുതി കണ്ടിട്ടില്ലല്ലോ, താല്പര്യമില്ലാഞ്ഞിട്ടാണോ? താല്പര്യമില്ലായിട്ടല്ല, പക്ഷെ നമുക്ക് എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു പാട്ടിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സംഭവം വേണം, ആളുകൾക്ക് കൗതുകം പകരുന്ന, അല്ലെങ്കിൽ അറിയാൻ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം. ഇന്നത്തെ പാട്ടുകളെക്കുറിച്ച് ഞാൻ എഴുതാറുണ്ടെങ്കിലും പൊതുവേ അത്തരം പാട്ടുകളിൽ അങ്ങനെ അതിൻ്റെ പിന്നിലൊരു എഫേർട്ട്, നമുക്ക് ആളുകളെ ആകർഷിക്കത്തക്ക രീതിയിൽ എഴുതാനുള്ളൊരു എഫേർട്ട് എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യുമെന്ന് തോന്നില്ല. അതുകൊണ്ടാണ് എഴുതാത്തത്. പക്ഷേ പാട്ടുകളെ ഇഷ്ടമില്ലായില്ല. പക്ഷെ എനിക്കിപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള തോന്നിയിട്ടുള്ളത് ഇന്നത്തെ പാട്ടുകളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു കാലം അതിക്രമിച്ചതാണ്. എൻ്റെ വയറ്റുപഴപ്പ് പാട്ടാണെങ്കിൽ പോലും നല്ല നല്ല സിനിമകളിൽ നല്ല കഥാഗതി വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ ഗതിക്ക് ഭംഗമുണ്ടാക്കുന്ന രീതിയിൽ പാട്ടുകൾ വരുന്ന ഒരു പ്രവണത ഇപ്പം മിക്ക സിനിമകളിലും ഉണ്ട്. അപ്പോൾ പാട്ടുകൾ ആവശ്യത്തിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് യഥാർത്ഥ സംഗീതം എന്നുള്ളത് തന്നെയാണ് സത്യം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് യഥാർത്ഥ സംഗീതം. പക്ഷെ നമ്മൾ അന്നത്തെ കാലത്തുള്ള പാട്ടുകളൊക്കെ കാവ്യഗീതികളായിട്ടും അല്ലെങ്കിൽ സംഗീതപരമായിട്ടും രചനാപരമായിട്ടൊക്കെ ഉന്നത നിലവാരം പുലർത്തിയിരുന്നത് കൊണ്ട് അതൊക്കെ ആസ്വദിച്ചു എന്നുള്ളൂ. പക്ഷേ സിനിമയിൽ സത്യം പറഞ്ഞാൽ പാട്ടുകൾ ആവശ്യമില്ല, മ്യൂസിക്കൽസിൽ മാത്രമേ പാട്ടുകൾ ആവശ്യമുള്ളൂ എന്ന് എൻ്റെ വ്യക്തിമായ അനുഭവം. പക്ഷേ പാട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ, എന്നാലും എഴുതാൻ പറ്റും. അതെ അതെ, പാട്ട് വേണ്ട എന്ന് എങ്കിലും 50-60 വർഷങ്ങൾക്ക് മുമ്പുള്ള പാട്ടുകളെല്ലാം നമ്മൾ പാടി നടക്കുകയാണ്. അപ്പോൾ ആ ഒരു പുതിയ രീതിയിൽ വരുന്ന പാട്ടുകൾ അപ്പോഴേ അങ്ങ് നമ്മൾ മറക്കുകയാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് ആ പഴയ കാലത്തേക്ക് തിരിച്ചു വരുന്ന ഒരാഗ്രഹം പലർക്കും ഉണ്ടാവില്ലേ? അങ്ങനെ ഒരിക്കലും വരാൻ പറ്റില്ല. ഓരോ കാലത്തിനനുസരിച്ച് ആ കാലം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അർഹിക്കുന്ന സിനിമകൾ, പാട്ടുകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ന്യൂജൻ അല്ലെങ്കിൽ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർ 20 കൊല്ലം കഴിഞ്ഞാൽ തന്ത വൈബായി കഴിഞ്ഞു. നമ്മളൊക്കെ 40 വർഷമെടുത്തു. അടുത്ത ജനറേഷൻ അവരെ പുച്ഛത്തോടെ കാണുന്നവർക്ക്, കാരണം കാലം അത്രയും വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്.
പാട്ടുകളുടെ ഇപ്പോൾ ജെറി അമൽദേവ് പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ മുഹമ്മദ് റാഫി വന്ന സമയത്ത് സുഹാനി രാത് ചൽച്ചുക്കി എന്ന പാട്ട് ഇങ്ങനെ സൂപ്പർ ഹിറ്റായിട്ട് ഇന്ത്യ മുഴുവൻ അലയടിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അമ്മാവൻ ചോദിക്കും, ഇയാൾ എന്താ പാട്ട് പാടുന്നത്? സൈകളുടെ സോജ രാജകുമാരിയൊക്കെ അതിൻ്റെ അതിൻ്റെ അടുത്തെത്തും, ഇതെന്ത് പാട്ടാണിത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് കാലത്തും ഇങ്ങനെ ഉണ്ടാവും. പഴയ കാലമാണ് പൊന്ന് എന്നൊക്കെ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് വിശ്വസിക്കുന്ന തലമുറയില്ലെങ്കിൽ പിന്നെ നമ്മളെന്താ? ഞാൻ ആലോചിക്കുകയായിരുന്നു, അതായത് 2004 മറ്റോ ആണ് ലജ്ജാവതിയെ വന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ റേഡിയോയിലും കൊണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ചു കാലം മുമ്പ് ഒരു റേഡിയോയിലൊരു വിളിച്ച ഒരാൾ ചോദിച്ചു, ഇങ്ങനെ ഒരു പഴയ പാട്ട് വെക്കണം എന്ന് വെച്ചു. ഏതാ പാട്ട്? ലജ്ജാവതിയെ. അപ്പം നമ്മളെ സംബന്ധിച്ച് അതൊരു ഒരിക്കലും പഴയ പാട്ടല്ല, പക്ഷെ ആ ഒരു ജനറേഷൻ അത് ഓൾഡായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അത് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇപ്പോൾ ഭാഗ്യത്തിന് പാട്ടുകൾ അങ്ങനെ മുഴുവനായിട്ട് സിനിമയിൽ വരുന്നില്ല, ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുന്ന അംശങ്ങൾ അങ്ങനെയുള്ളൂ. അങ്ങനെ പാട്ടുകളായിട്ട് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന അങ്ങനത്തെ പാട്ടുകൾ, നോൺ ഫിലിം ആയിട്ടുള്ള പാട്ടുകൾ വന്നേക്കാം. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോഴാണെങ്കിൽ സാഹിത്യമൊന്നുമില്ല, വെറും ഒച്ചകൾ മാത്രമേ ഉള്ളൂ പാട്ടിൽ. അപ്പം അതൊരു ട്രെൻഡായിട്ട് ഉദരം നിമിത്തം ബഹുകൃത വേഷം എന്ന് പറയുന്നതല്ലേ, കുറച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരുമായിരിക്കും അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്നറിയില്ല. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് ലിറിക്സിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാളാണ്. ആ വരികൾ ഇപ്പോൾ താമസമെന്തേ വരുവാൻ എന്നുള്ള ആ വാക്കല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വരിയായിരുന്നു അവിടെയെങ്കിലും ചിലപ്പോൾ ആസ്വദിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ലിറിക്കൽ ആസ്പെക്റ്റിന് പ്രാധാന്യം വേണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അത് തിരിച്ചു വരാൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾ ലിറിസിസ്റ്റിന് കുറ്റം പറഞ്ഞുകൂടാ, അവരാരും എഴുതാൻ അറിയാത്തവരല്ല. പക്ഷേ ഈ പാട്ടിൽ ഇടപെടുന്ന ആളുകൾ ചിലപ്പോൾ അക്ഷരശൂന്യരായിരിക്കും, പ്രൊഡ്യൂസർമാരായിരിക്കും, ഡിസ്ട്രിബ്യൂട്ടർമാരായിരിക്കും, സംവിധായകരായിരിക്കും, സംഗീതത്തെക്കുറിച്ചോ കവിതയെക്കുറിച്ചോ ഓരോ അറിവില്ലാത്ത ആളുകളാണ്. അതെ ത എന്ന അക്ഷരം വേണ്ട എന്നിങ്ങനെയൊക്കെയാണ് ആവശ്യപ്പെടുക. അപ്പോൾ ഈ ഗാനരചനകൾ കുറ്റം പറയാൻ പറ്റില്ല. അത് ഈ സംഗീത രംഗത്തേക്ക് AI ടെക്നോളജിയുടെ കടന്നുവരവിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ അന്തരിച്ച ഗായകരുടെയൊക്കെ ശബ്ദത്തിൽ നമുക്ക് വീണ്ടും ഗാനങ്ങൾ സൃഷ്ടിക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? സിനിമയിൽ പുനഃസൃഷ്ടിക്കാൻ വേണമെങ്കിൽ താരങ്ങളെയും, പക്ഷെ അതൊന്നും ലാസ്റ്റ് ചെയ്യും തോന്നില്ല. അതൊരു കൗതുകം. യഥാർത്ഥ ശബ്ദം എന്താണ് നമ്മുടെ ശരിക്കും ഓരോ ശബ്ദവും ഓരോ മനുഷ്യൻ്റെ കാതുകളിൽ വ്യത്യസ്ത അനുഭൂതികളാണ് വിടർത്തുന്നത്. യേശുദാസിൻ്റെ പാട്ട് ഞാൻ കേൾക്കുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ വേറൊരാൾ കേൾക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ അനുഭൂതിയാണ്. അതുകൊണ്ട് ആ ഒറിജിനൽ ശബ്ദം എങ്ങനെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു, കാതുകളെ സ്വാധീനിക്കുന്നു അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സാങ്കേതിക വിദ്യയ്ക്ക് ഒരു പരിമിതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബുക്സ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള എക്സ്പെക്റ്റേഷൻ വയ്ക്കാമോ? കുറേ പേരങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ മലയാളത്തിൽ വായിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു എഫേർട്ട്. ഞാൻ ഇംഗ്ലീഷിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും അത് വേറൊരു മൈൻഡ് സെറ്റിൽ വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി വേറെ ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഓക്കെ.